അതിപ്പോ നീ ഇപ്പുറത്ത് വാ. ബോസ് ഞാൻ പറയുന്നത് കേക്ക്. നീ ഇപ്പുറത്ത് വാടാ. അതിപ്പോ തൃശൂർ ഡ്രൈവിംഗിലുള്ള നിന്റെ എല്ലാ ഡൗട്ട്സും ഞാനിപ്പോ ക്ലിയർ ചെയ്ത് തരാൻ പോവാ. നീ വണ്ടി പറക്കുന്നുണ്ടോ? തന്നെ വേണം. അവളെ അവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ പ്രയത്നിച്ച മതിയാവൂ. അങ്ങനെയെങ്കിൽ ശിവാനിയും ആദിശേഷനും സന്ധിക്കുവാനുള്ള അവസരമുണ്ടാകുന്നത് എങ്ങനെയാണ് ഗുരുദേവ? ശിവാനിയെ പുറത്തെടുക്കുവാൻ എന്തിനാലും സാധ്യമല്ല. ദിഗ്ബന്ധനം ഭേദിക്കും വരെ, ആദിശേഷനെ കണ്ടെത്തി നാഗലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരും വരെ നമുക്ക് നല്ല കാലമല്ല. നാഗലോകത്തിന്റെ ഒരു അസ്തിത്വവുമില്ല. ഗ്രഹണമോക്ഷം സംഭവിക്കുന്നതിനുള്ളിൽ നിലവിലുള്ള ശക്തി അല്പം പോലും നഷ്ടപ്പെടുത്താതെ ശിവജ്ഞാനം ചെയ്യണം. വരൂ എന്റെ കൂടെ. ഒരു പ്രാവശ്യം ആ ജാതകം ഒന്ന് എടുത്തു നോക്കണം സ്വാമി. അങ്ങ് എന്ത് പറഞ്ഞാലും അത് സത്യമാവും എന്നാണല്ലോ പറയാറ്. അങ്ങയുടെ പ്രവചനം പോലെ സംഭവിക്കൂ എന്നും പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇത്രയും നേരം സ്വാമിജി കാത്തിരുന്നത്. ദയവായി സ്വാമിജി ആവില്ലെന്ന് മാത്രം പറയരുത്. സ്വാമി, ദയവ് ചെയ്ത് പറ്റില്ലെന്ന് പറയല്ലേ. ശരി, തന്നോളൂ. ഉണ്ട്. ആവുന്നത്ര വേഗത്തിൽ, അതായത് 1 വർഷത്തിനുള്ളിൽ ത്രിവിക്രമന്റെ വിവാഹം നടത്തണം. അതിസുന്ദരിയായ, മനോഹര നയനങ്ങളുള്ള, നീളമുള്ള കേശഭാരമുള്ള, അതിമനോഹരമായ ശരീര വടിവോടുകൂടിയ കന്യകയാണ് വധുവായി വരേണ്ടത്. ഒരു കാരണവശാലും എന്റെ ഈ വാക്കുകൾ തള്ളിക്കളയരുത്. ജാതകപ്രകാരം നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ സർപ്പപ്രഭാവം നേരത്തെ തന്നെ സ്വാധീനിച്ചു. കാറിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. നീ മെക്കാനിക്കെ വിളിച്ച. അത് ഞാൻ വിളിച്ചോണ്ട് വന്നോളാം. ബോസ് എന്തായാലും കാറിലിരിക്കും. നീ മെക്കാനിക്കിന് എനിക്ക് വണ്ടിക്ക് പ്രോബ്ലം ഉണ്ട്, നമുക്ക് ശരിയാക്കണ്ടേ? നമ്മുടെ വണ്ടി. ശരി ശരി ചെയ്യാം. അതെ ബോസ്, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ബോസ് പറഞ്ഞ പോലെ ഏതെങ്കിലും മെക്കാനിക്കിന് കിട്ടുമോ നോക്കട്ടെ ഞാൻ. ഇവിടെ ഒരു കട്ട പോലും റേഞ്ച് കിട്ടില്ലെന്നേ. ഞാൻ കുറച്ചങ്ങോട്ട് മാറി റേഞ്ച് കിട്ടുമോ നോക്കട്ടെ. ഗോ ഗോ ഗോ.
ബോസ് ഒന്ന് വേഗം വന്നേ. എന്താടാ വേഗം വേഗം വാങ്ങോട്ട്. ബോസ് പുലി. രക്ഷപ്പെട് ബോസ്. വേഗം പോകാം. വേഗം അവിടെ ബോസ്. ദേ ഈ വഴി. എവിടെ എങ്ങോട്ട്? അങ്ങോട്ട് അങ്ങോട്ട്. നിന്നോടുള്ള സമ്പർക്കം സാധ്യമായത് എന്ത്? ഞാൻ ബന്ധനസ്ഥയായിട്ട് വർഷങ്ങളായെന്നോ? എത്ര വർഷങ്ങൾ കഴിഞ്ഞു ഗുരുദേവ? 14 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ശിവാനി. എന്താ ഞാൻ ബന്ധനസ്ഥയായിട്ട് 14 വർഷങ്ങൾ കഴിഞ്ഞെന്നാണോ പറഞ്ഞത്? ശിവാനി, ആ മഹാദേവനെ പ്രാർത്ഥിക്കൂ. ഞങ്ങളിവിടെ പൂജാധികാര്യങ്ങൾ ആരംഭിക്കുകയാണ്. ഓം നമഃ ശിവായ. വർഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്തിനുള്ളിൽ നീ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടണം. അത് സാധ്യമാണോ ഗുരുദേവ? എന്തു തന്നെ ആയാലും സാധ്യമായേ പറ്റൂ ശിവാനി. എങ്കിൽ മാത്രമേ ആ ബന്ധനത്തിൽ നിന്ന് നീ എന്നേക്കുമായി സ്വതന്ത്രയാവൂ. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ നാഗലോകത്തിന്റെ സ്ഥിതിഗതിയും ശുഭകരമായിരിക്കില്ല. നിനക്ക് ആ നാഗമാണിക്യവും ലഭിക്കില്ല. നാഗലോകം തെളിയുകയുമില്ല. ഗുരുദേവ, എന്തെങ്കിലും ചെയ്ത് എന്നെ ഈ ബന്ധനത്തിൽ നിന്നും മോചിതയാക്കൂ ഗുരുദേവ. എന്താ ഇത്? കൊച്ചുമുതലാളി, കൊച്ചുമുതലാളി, കൊച്ചുമുതലാളി. ഏതാണ് ഈ സ്ഥലം? ഞാനിപ്പോൾ എവിടെയാണ്? ലൈൻ കിട്ടുന്നുണ്ടോ? ഇല്ല അമ്മേ, വിളിച്ചിട്ട് നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നേ. ഗോവിന്ദനെങ്കിലും ഒന്ന് വിളിക്കാൻ നോക്ക്.
എപ്പോ മുതൽ വിളിക്കുന്നുണ്ട് അമ്മേ. അവര് ഫോൺ എടുക്കുന്നില്ല. അയ്യോ, ഇന്ന് നോൺ വെജ് കഴിക്കരുത്, മദ്യപിക്കരുതെന്നൊക്കെ സ്വാമിജി പറഞ്ഞതാണല്ലോ. ഇത് അവനോടൊന്ന് പറയാമെന്ന് വെച്ചാ അവൻ എവിടെയാ, എന്ത് പറ്റിയെന്നൊന്നും അറിയത്തുമില്ലല്ലോ. ഇന്നു മുതൽ സർപ്പദോഷം തുടങ്ങിയെന്ന സ്വാമിജി പറഞ്ഞത്. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. എവിടേക്കാ പോയതെന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ റിങ് പോകുന്നുണ്ട്. തൃശൂൽ, കമോൺ പിക്ക് അപ്പ് ദ ഫോൺ. ഓ, മുതലാളി ഫോൺ ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കൊച്ചു മുതലാളിക്ക് ഫോൺ കൊടുക്കാനെങ്ങാനും പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? അവന് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഫോൺ എടുത്താലും പെടും, എടുത്തില്ലെങ്കിലും പെടും. എന്ത് ചെയ്യും? ഹലോ 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 തൃശൂൽ. പറയാ മുതലാളി. ഹലോ ഹലോ ഹലോ. ആര് തലേ കയറി? ആരാണോ തലേ കയറിയത്? പെൺകുട്ടി കാണാൻ കൊള്ളാന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് ആക്സിഡന്റ് ഉണ്ടാക്കാനോ ചെയ്യാം. ആഹാ, നോക്ക്, നീ തന്നെ പറഞ്ഞില്ലേ ഇത് ഒരു ആക്സിഡന്റ് ആയിരുന്നു. അപ്പൊ പിന്നെ തെറ്റ് നിന്റെയോ അല്ല എന്റെയോ അല്ല. വേഗം സ്ഥലം വിട്ടോ. ഞാനെന്തിനാ പോന്നേ? നീ പൊക്കോ. ആയിക്കോട്ടെ, ഞാൻ പൊക്കോളാം. എന്നെ വീട്ടിലെ ആൾക്കാർ കാത്തിരിക്കുക. നിന്റെ വർത്താനം കേട്ടുകൊണ്ട് ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. പിന്നെ എന്തിനാ വായി നോക്കി നിക്കുന്നേ? പോ. ആ, പോവാണല്ലോ. അയ്യോ, എന്ത് അബദ്ധം ഞാൻ ചെയ്തത്? വെറുതെ ഇവന്റെ അടുത്ത് വഴക്കുണ്ടാക്കി. എന്ത്? കനകദുർഗയ്ക്കോ? എന്തിനാ? എനിക്ക് അവിടെ പോണ്ട ആവശ്യമുണ്ട്. ദയവേത് അങ്ങോട്ടുള്ള വഴി പറഞ്ഞു തരൂ. അതിപ്പോ എനിക്കങ്ങനെ വഴി പറഞ്ഞു കൊടുത്ത് പരിചയമില്ല. പക്ഷെ എനിക്ക് പറഞ്ഞു തന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്ത് പരിചയമുണ്ട്. അതുകൊണ്ട് കേറിക്കോന്നേ, ഞാനും അങ്ങോട്ടേക്ക് തന്നെ പോകുന്നേ. ഇത് നോൺ സ്റ്റോപ്പ് കനകദുർഗ എക്സ്പ്രസ്സാ. ഇടയിലൊന്നും സ്റ്റോപ്പില്ല. കനകദുർഗയില് ആരുടെ വീട്ടിലേക്കാ പോകുന്നേ? പറയൂല്ലേ? എന്നാ വിട്ടേക്ക്. അല്ല, പറഞ്ഞിരുന്നെങ്കി നേരെ അവിടെ കൊണ്ടുവിടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചു പോയതാ. അതെ, എക്സാക്ട്ലി ഇവിടുന്ന് കനകദുർഗ അങ്ങ് സ്റ്റാർട്ട് ആവുക. ആരുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ തന്നെ കൊണ്ട് ഞാൻ എത്തിച്ചേക്കാം. ആ കാണുന്നതാണ് ശിവേട്ടന്റെ വീട്. പിന്നെ ഇവിടേക്ക് അമ്മേ, നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. നിനക്ക് ദൃഷ്ടി പെട്ടിട്ടുണ്ട്, അതൊഴിപ്പിക്കണം. ജയന്തി, ആരതി എടുത്തോണ്ട് വാ. മുത്തശ്ശി, എന്തിനാ മുത്തശ്ശി അതൊക്കെ? നോക്ക്, നിനക്ക് പുറത്തുനിന്ന് കിട്ടിയ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയായി ആരതി. ഒഴിഞ്ഞോളൂ. കഴിഞ്ഞ നിങ്ങളുടെ ചടങ്ങൊക്കെ? ഇനി വാ മോനെ. മോനെ. മോം, ഡാഡ്, ഞാൻ ഭയങ്കര ടയർഡായിട്ട് വന്നിരിക്കുന്നത്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. അയ്യോ, ഈ വീടിന്റെ 4 ദിക്കിലും അഗ്നിരേഖ കാണുന്നുണ്ടല്ലോ.
എന്താണ് സംഭവിക്കുന്നത്? എനിക്കതിന്റെ കാരണം അറിഞ്ഞേ മതിയാകും. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ നാഗലോകത്തേക്ക് പോയേ പറ്റൂ. ത്രികാല ഗുരു എനിക്കിതിനുള്ള ഉത്തരം തീർച്ചയായും നൽകും. ഞാൻ ഇപ്പോൾ തന്നെ നാഗലോകത്തേക്ക് പോയേ പറ്റൂ. ശിവാനി, 14 വർഷത്തെ അജ്ഞാതവാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. നാഗലോകത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എന്റെ ഹൃദയം തകരുന്നു. ഭൂതകാലം നനച്ച് കണ്ണീർ പൊടിക്കല്ലേ ശിവാനി. സംഭവിക്കുവാനുള്ളത് ഇനിയും മഹാമേരു ഒട്ടമായിരിക്കുന്ന കർമ്മം ആദിശേഷനെ കണ്ടെത്തുക എന്നതാണ്. ആ കർമ്മം എപ്പോഴേ പൂർത്തിയായി ഗുരുദേവ. പക്ഷേ ആദിശേഷന്റെ ഗൃഹത്തിലേക്ക് കടക്കാൻ എനിക്കാവുന്നില്ല ഗുരുദേവ. ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ തടയുന്നത് പോലെ. ആ ശക്തി ദിഗ്ബന്ധനത്തിന്റെ ശക്തി. നിന്നെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ ആ ദുഷ്ടമാന്ത്രികൻ ദിഗ്ബന്ധനം ചെയ്തിരിക്കുന്നു. മുൻപ് നീ ആ ഗ്രഹത്തിനുള്ളിലേക്ക് അനായാസമായി കയറിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അസാധ്യത്തരുത്. ഇതെന്റെ ആഗ്രഹം. അതെങ്ങനെ സാധ്യമാകും ഗുരുദേവ? സാമീപ്യമെന്നാൽ അവന്റെ കൂടെ എന്നല്ല, അവൻ നിന്റെ കൺകാവലിലുണ്ടാവണം. എനിക്ക് മനസ്സിലായി ഗുരുദേവ. അവന്റെ ചലനങ്ങളും ചെയ്തികളും എന്റെ ദൃഷ്ടിയിൽ പതിയുന്ന വിധത്തിൽ ഞാൻ അവന്റെ സമീപത്തുണ്ടാവണം. അതല്ലേ ഗുരുദേവ അങ്ങ് പറഞ്ഞ വാക്കിനർത്ഥം? അതെ, അതിനു വേണ്ട സ്ഥലവും സൗകര്യങ്ങളുമെല്ലാം ഞാൻ നിനക്ക് ചെയ്തു തരും. വളരെ നന്ദി ഗുരുദേവ. ഞാൻ ഇപ്പോൾ തന്നെ പോകുന്നതാണ്. ഇവരെ കൂടി നിന്റെ ഒപ്പം ഭൂമിയിലേക്ക് അയക്കും. പക്ഷേ ശരിക്കും ഇവരെ സഹായത്തിനായി ഭൂമിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? വേണം. ഇവരുടെ ആവശ്യം എനിക്ക് നന്നായി അറിയാം. നീലിക്കും വീരനും ശൂരനുമൊപ്പം നീ പുറപ്പെടുക. താങ്ക് യു വെരി മച്ച് മുതലാളി. ആ തൃശൂൽ, ഞാൻ നിനക്ക് തരുന്ന ഈ ഗിഫ്റ്റിന് റിട്ടേൺ ഗിഫ്റ്റായി ഞാൻ മറ്റൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും പറഞ്ഞ മുതലാളി. അങ്ങയോട് ഇല്ലാന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നീ എന്നോടും എന്റെ മകനോടും കാണിക്കുന്ന ഈ വിശ്വാസവും സ്നേഹവും ബഹുമാനവും ഒക്കെ അവസാനം വരെ ഉണ്ടാവണം. ഞാൻ എന്റെ അച്ഛന്റെ മകനാണ് മുതലാളി. വിശ്വാസത്തിന്റെ കാര്യത്തില് ഞാൻ അച്ഛന്റെയും അച്ഛനാ. God bless you. പോയിട്ട് വാ. ടെൻഷൻ അടിക്കുന്നേ. തൃശൂൽ, ഈ പ്രപഞ്ചത്തിന് എപ്പോഴും ഫസ്റ്റ് ഹാൻഡിനാണ് വിലയുള്ളത്, സെക്കൻഡിനല്ല. അച്ഛനും മകനും അവര് പറയുന്നതാ വേദം, ഞാൻ പറയുന്നത് തെറ്റും. ശരിയല്ലേ? അമ്മേ പ്ലീസ്. എന്തു പറഞ്ഞാലും ഒന്നും മനസ്സിലാകാത്തവരോടെ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. അമ്മേ, അമ്മേ. തൃശൂർ, എന്റെ അമ്മ ഇനി എന്നടാ ചേഞ്ച് ആവുന്നത്? നമ്മൾ ചേഞ്ച് ആവുമ്പോ. അമ്മേ, മൈ സ്വീറ്റസ്റ്റ് മമ്മി. ഇതിനുമുപരി പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നാൽ, നമ്മൾ ഈ ലോകത്തിലുള്ള കാലം വരെ, നമ്മുടെ കർമ്മങ്ങൾ തീരും വരെ, നമ്മുടെ വേഷം, ഭാഷ ഇവിടെയുള്ളവരെ പോലെ ആക്കണം. അത് ഞാൻ സമ്മതിക്കുന്നു ശിവാനി. പക്ഷേ നമ്മൾ മാത്രമാകുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഷയിൽ സംസാരിക്കുന്നതല്ലേ നല്ലത്? എത്രമാത്രം നമ്മുടെ ഭാഷയും രീതിയും നമ്മൾ ഇവിടെ ഉള്ളവരെ പോലെ ആക്കുന്നുവോ അതുവരെ നമ്മളെ ആർക്കും സംശയം തോന്നില്ല.
ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ കാണാൻ പോകുന്ന വ്യക്തിക്ക് നമ്മുടെ മേൽ യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ വേണം പെരുമാറാൻ. ശരി. മലയാളി, അത് എന്നോട് ധനഞ്ജയ് പിള്ള എന്നല്ലേ പറഞ്ഞത്? ആ, ധനഞ്ജയ് കറക്റ്റ് ആണ്. പിള്ളയല്ല, വർമ്മയാണ്. ധനഞ്ജയ് വർമ്മ എന്ന. ആ, എന്താ മുതലാളി? സൗത്ത് അമേരിക്കക്കാരിയാണെന്നും പറയുന്നു. ഇന്ന് തന്നെ പ്രോപ്പർട്ടി വാങ്ങാൻ വരുമെന്നും പറയുന്നു. മുന്നും പിന്നും അറിയാത്ത ഒരു ക്ലയന്റിനെ പ്രോപ്പർട്ടി കാണിക്കുന്നതായാലും അത് വിൽക്കുന്നതായാലും രണ്ടും ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ഐ വിൽ ചെക്ക് ഇറ്റ്. ദേ വന്നു നോക്ക്. അയാളെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിലുണ്ട്. സ്വന്തമായിട്ട് ഖനികളുണ്ട്. 400-500 NGOകൾക്ക് സഹായം വരെ ചെയ്യുന്നുണ്ട്. അല്ലടാ, പുലിയെ പോലും പേടിക്കാത്ത നീ ഈ ഒരു സൗണ്ട് കേട്ടപ്പോ പേടിച്ചു പോയാ? ആര് പറഞ്ഞു കൊച്ചു മുതലാളി എനിക്ക് പുലിനൊന്നും പേടിയില്ലെന്ന്? അതിനെ കണ്ടപ്പോ തന്നെ ഞാൻ കണ്ടം വഴിക്ക് ഓടാൻ പോയതാ. പിന്നെ അത് എപ്പോഴാണോ ബോസിന്റെ നേർക്ക് വന്നത് അപ്പോഴാണ് എനിക്ക് അതിന് മുന്നിൽ നെഞ്ചു വിരിച്ച് നിൽക്കാനുള്ള ധൈര്യം വന്നത്. അയ്യോ, ഞാൻ ഒരു കാര്യം പറയാം ബ്രോ. യു ആർ എ ട്രൂ ബ്രേവ് ഹാ ബ്രോ. ശരിയാ, പക്ഷെ നിങ്ങൾ എന്റെ കൂടെ ഉള്ളപ്പോ മാത്രം. ഓ ഫൈൻ. അല്ല, നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? അതും കയ്യിലൊരു കൊലുസൊക്കെ പിടിച്ച്. ബോസ് ഇത് കണ്ടായിരുന്നു അല്ലേ? ഇത് വെറും ഒരു കൊലുസല്ല. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് ബോസിന് അറിയാഞ്ഞിട്ടാ. അതാ പുലിയുടെ കാര്യം. ഇറ്റ്സ് അബൌട്ട് 175 crores. നിങ്ങളത് വളരെ സില്ലി ആയിട്ട് കാണുന്ന പോലെ ഉണ്ടല്ലോ. ഞങ്ങളുടെ മാഡത്തിന് അത് 175 രൂപയ്ക്ക് സമമാണ്. ഡോണ്ട് വറി സർ, ഇറ്റ് വിൽ ബി ഡൺ. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നാൽ എമൗണ്ട് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം. മാഡം, സർ, ഇറ്റ്സ് ഡൺ. എല്ലാം ശരിയാണല്ലോ അല്ലേ? യെസ്, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. താങ്ക് യു മിസ്റ്റർ ദിഗ്വിജയ്. നിങ്ങളുടെ മാഡത്തിന്റെ പേരെന്താന്ന് പറഞ്ഞ? ശിവാനി. ഇതാണ് നമ്മുടെ ബെഡ്റൂം. നമ്മൾ എന്തിനാണോ ഇങ്ങോട്ട് വന്നേ അതിന് ഈ സ്ഥലം സൂപ്പർ ആയിരിക്കും അല്ലേ? കാട്ടിലും മേട്ടിലും മാളത്തിലും പുറ്റിലും ഒക്കെ താമസിക്കുന്ന സർപ്പങ്ങൾക്ക് ഈ വീട് മാർവലസ് ആയ ഒന്നാണ്. അതുപോലെ എക്സലന്റും ആണ്. ഹലോ മിസ്റ്റർ ഷൂർ, നമ്മൾ ഈ പുറ്റിൽ താമസിക്കുന്ന സാധാരണ സർപ്പമല്ല, നാഗലോകത്ത് വാഴുന്ന ഇച്ഛാധാരി നാഗങ്ങളാ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. പോലെ പറഞ്ഞാ മതി. ഗുഡ്. അവരിന്ന് തന്നെ മിക്കവാറും ആ പ്രോപ്പർട്ടി ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവണം. എപ്പോഴും ആ പ്രോപ്പർട്ടിക്ക് മേലെ ഒരു കണ്ണുണ്ടാവണം. അവിടെ എത്ര ആൾക്കാരുണ്ട്, ആരൊക്കെയാണവർ, എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശം തുടങ്ങിയ മൊത്തം ഡീറ്റെയിൽസും നീ കളക്ട് ചെയ്യണം. ആയിക്കോട്ടെ മുതലാളി, ഞാൻ നോ ഡാറ്റ്. ഈ ജോലി അവനെ കൊണ്ട് ചെയ്യിക്കണ്ട.
ഐ മീൻ ഈ ജോലി ഞാൻ ചെയ്തോളാം. ഐ വിൽ ഡു ഇറ്റ് ഫോർ യു ഡാഡ്. Trishul, I want the result as soon as possible. Okay, you guys carry on. നന്ദീശ, ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലായി മുതലാളി. കൊച്ചു മുതലാളിക്ക് കുറച്ച് എടുത്തിയാട്ടം കൂടില്ല. പോയിട്ട് ഇനിയൊന്നും സംഭവിക്കില്ലെന്ന് കരുതിയല്ലേ അവനെ തടഞ്ഞത്. നീ എന്നെ എത്ര നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതാണ് നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയുന്നത്. മാവിന് ഒന്നും സംഭവിക്കില്ല. ആദിശേഷ, നിന്നെ കാണാനുള്ള മോഹം ഇപ്പോൾ വല്ലാതെ ഏറിയിരിക്കുന്നു. അതിനാൽ ഞാൻ ദേഹം ഇവിടെ ഉപേക്ഷിച്ച് ആത്മാവ് മാത്രമായി നിന്റെ അടുത്തേക്ക് വരികയാണ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ആദിശേഷ, ഞാൻ രക്ഷ നേടി. ദിഗ്ബന്ധനം താണ്ടി ഞാൻ രക്ഷ നേടി. ഞാൻ രക്ഷ നേടി ആദിശേഷ. ഞാൻ വെറും ആത്മാവാണ്. അതായിരിക്കും അകത്ത് കടക്കാനാവാത്തത്. അതോ മറ്റേതെങ്കിലും ശക്തി എന്നെ തടുത്തു നിർത്തുന്നതായിരിക്കുമോ? എന്ത് തന്നെ ആയാലും എന്റെ ആദിശേഷനെ എനിക്കിന്ന് കണ്ടേ മതിയാകും. മുതലാളി പറഞ്ഞ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നാളെ തന്നെ എടുത്തു തരാന്നേ. തൃശ്ശൂർ അത് കണ്ടോ? ആരാച്ചത്? ആരാന്ന് നോക്കാം നമുക്ക്. ഒച്ച ഉണ്ടാക്കരുത്. അച്ഛൻ ആ വഴി പൊക്കോ, ഞാൻ ഈ വഴി വരാം. ശരി, ഞാൻ ചെയ്യാം. ഏയ് തൃശ്ശൂർ, എന്റെ ആദിശേഷൻ അവിടെ തന്നെയുണ്ട്. പക്ഷെ അവന്റെ മുഖമൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അത് കണ്ടോ? ശിവാനി എവിടെയും കാണുന്നില്ല. അങ്ങനെയാണേ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചിരിക്കും. അങ്ങനെയെന്ന് പറഞ്ഞ ശിവാനി അവളുടെ ദേഹം ഉപേക്ഷിച്ചിരിക്കാം. എക്സാക്ട്ലി. ആത്മാവും ദേഹവും വേറെ ആയി കഴിഞ്ഞാൽ മാത്രമേ ശിവാനിയെ ഈ മാജിക് സ്ക്രീനിൽ കാണാതിരിക്കാനാകൂ. ശിവാനി എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അവള് ദേഹം വിട്ട് എങ്ങോട്ടാ പോയത്? അവൾ എവിടെയാണെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും. അത് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നില്ല. നമുക്കിനിയുള്ളത് ഒരേ ഒരു വഴിയാ. ചക്രപൂജയുടെ സഹായത്തോടെ
ശിവാനി എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിക്കാം. ഞാൻ ഇവിടേക്ക് ഓടി വന്നത് ഞാൻ ദേഹം ഉപേക്ഷിച്ച സ്ഥലത്ത് തിരിച്ചു ചെന്ന് നോക്കിയപ്പോൾ അവിടെ എന്റെ ദേഹം ഉണ്ടായിരുന്നില്ല. എല്ലാം അറിയാമായിരുന്നിട്ടും എന്തിനാ ഇങ്ങനെ ചെയ്തത് ശിവാനി? ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നീലി? ഞാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും എന്റെ ആദിശേഷനെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ അവസാനമായി ഇങ്ങനെ ഒരു പരിശ്രമം നടത്തിയത്. പക്ഷെ പാഴായി പോയി. ശിവാനി, നിന്റെ ദേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? എത്ര നോക്കിയിട്ടും എന്റെ ദേഹം തിരിച്ചു കിട്ടിയില്ല നീലി. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ദ്രജാലവും മണ്ഡലജാലവും ഉപയോഗിച്ച് എന്റെ ദേഹം കണ്ടെത്താനായി ഞാൻ ഇവിടേക്ക് വന്നു. ശിവാനി, നോക്ക് അവിടെ എന്താ സംഭവിക്കുന്നേന്ന്. അയ്യോ, എന്റെ ദേഹം അവര് ചിതയിൽ കിടത്തിയിരിക്കുന്നു. ഇനി കുറച്ചു നേരത്തിനുള്ളിൽ എല്ലാം ഭസ്മമായി തീരാൻ പോവുകയാണ്. നിന്റെ ദേഹം അധികം വൈകാതെ തീയിൽ കത്തി അമരാൻ പോവുകയാണ്. ഇനിയും നമ്മൾ നേരം വൈകുകയാണെങ്കിൽ അത് തന്നെ സംഭവിക്കും. വേഗം പോകാം. അവരുടെ ഓർമ്മകൾ നശിപ്പിക്കാനുള്ള ശക്തി നമുക്കുണ്ടല്ലോ. ശരി ശിവാനി. നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ എന്തിനാ ഈ കിടന്നേ? ഈ സ്ഥലം അത്ര പന്തിയല്ലെന്നാ തോന്നുന്നത്. വേഗമാണ് രക്ഷപ്പെടാം. ഓടിക്കോ. മുതലാളി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് പുലികളാണെന്ന് തന്നെയാ തോന്നുന്നത്. ഓ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എന്നാ പിന്നെ അകത്ത് കടന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തേക്കാം അല്ലേ? അത് പിന്നെ അത് ഞാൻ എന്തിനാ തള്ളെന്ന് പറഞ്ഞാ പോരെ? ഒരു കാരണവശാലും ഇതേവരെ മുതലാളി പറഞ്ഞ പണികളൊന്നും ഞാൻ ചെയ്യാതിരുന്നിട്ടേ ഇല്ല. സെക്യൂരിറ്റിയെ പേടിക്കേണ്ടത് ഗേറ്റ് വഴി പോകുമ്പോ മാത്രമല്ലേ? മതിലാടി പോവാലോ. നമുക്ക് ഓപ്ഷൻ ആണില്ലാത്ത.